പുരാതന കാലം മുതൽ ഇന്നും മനുഷ്യൻ മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അത്ഭുത പ്രതിഭാസമാണ് ഗ്രാവിറ്റി അഥവാ ഗുരുത്വാകർഷണ ബലം. ഓരോ കാലഘട്ടത്തിലും വ്യത്യസ്തമായ രീതികളിലാണ് ഗുരുത്വാകർഷണ ബലത്തിനെ മനസ്സിലാക്കിയിരുന്നത്. അങ്ങനെ പല നൂറ്റാണ്ടുകളായി തത്വചിന്തകരും ജ്യോതിശാസ്ത്രജ്ഞരും പണ്ഡിതരുമൊക്കെ ഗ്രാവിറ്റിയെ മനസ്സിലാക്കാനും അതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് കണ്ടുപിടിക്കാനും ശ്രമിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ന്യൂട്ടൺ അത് കണ്ടെത്തിയത്. ഇന്ന് ആധുനിക ലോകത്തിൽ ഏകദേശം എല്ലാ ശാസ്ത്രമേഖലകളിലും വളരെയേറെ പ്രധാനപ്പെട്ട ഘടകമായ കാൽക്കുലസ് രൂപപ്പെടുത്തിയതും വിപ്ലവകരമായ റിഫ്ലക്റ്റിംഗ് ടെലിസ്കോപ്പ് കണ്ടുപിടിച്ചതും അങ്ങനെ ശാസ്ത്രലോകത്തിന് വളരെയധികം സംഭാവനകൾ നൽകിയ അതിബുദ്ധിമാനായ മനുഷ്യനാണ് ന്യൂട്ടൺ. എന്നാൽ അദ്ദേഹത്തെ ഇന്ന് ലോകമറിയുന്നത് തന്നെ ഗുരുത്വാകർഷണ ബലം കണ്ടെത്തിയ മനുഷ്യൻ എന്ന പേരിലാണ്. ഇന്നും നമുക്ക് ബഹിരാകാശത്തിലേക്ക് പേടകങ്ങളെ അയക്കാനും മറ്റ് ബഹിരാകാശ ദൗത്യങ്ങൾ ചെയ്യാനുമൊക്കെ ന്യൂട്ടന്റെ ഗുരുത്വാകർഷണ നിയമങ്ങളും സമവാക്യങ്ങളും തന്നെ ധാരാളമാണ്. അത്രയേറെ പ്രധാനപ്പെട്ടതും ഉപയോഗപ്രദവും ലോകമെമ്പാടും അംഗീകരിക്കപ്പെട്ടതുമായ ന്യൂട്ടന്റെ ഗുരുത്വാകർഷണ ബലത്തിന്റെ വിശദീകരണങ്ങൾ മുഴുവൻ തെറ്റാണെന്നും ഗ്രാവിറ്റി എന്നത് ഒരു ബലം പോലുമല്ല, അതിനാൽ തന്നെ ശരിക്കും ഗ്രാവിറ്റി വെറുമൊരു ഇല്യൂഷൻ മാത്രമാണെന്നും പിന്നീട് ഐൻസ്റ്റൈൻ പറയുകയുണ്ടായി. അന്ന് അദ്ദേഹത്തെ ലോകം മുഴുവൻ എതിർത്തു. എന്നാൽ അവിശ്വസനീയമായ കൃത്യതയോടെ ഇന്ന് നമുക്കൊരു വസ്തുവിന്റെ ഗ്രാവിറ്റിയെ കണക്കാക്കാൻ കഴിയുന്നതിനു കാരണം ഐൻസ്റ്റൈന്റെ ജനറൽ റിലേറ്റിവിറ്റിയാണ്. അപ്പോൾ ന്യൂട്ടൺ പറഞ്ഞത് തെറ്റായിരുന്നിട്ടും ഇന്നും ബഹിരാകാശ ദൗത്യങ്ങൾ ചെയ്യാൻ അത് തന്നെ മതിയെങ്കിൽ പിന്നെ ഐൻസ്റ്റൈൻ പറഞ്ഞത് എന്താണ്? ശരിക്കും ഗ്രാവിറ്റി എന്താണ്? നമുക്ക് നോക്കാം. BC 4-ാം നൂറ്റാണ്ടിൽ അരിസ്റ്റോട്ടിൽ എന്ന ഗ്രീക്ക് തത്വചിന്തകനാണ് ആദ്യമായി ഗുരുത്വാകർഷണ ബലത്തിനെ സമഗ്രമായിട്ട് വിവരിക്കാൻ ശ്രമിച്ചത്. അദ്ദേഹത്തിന്റെ വീക്ഷണത്തിൽ ഭൂമി, കാറ്റ്, ജലം, തീ എന്നീ അടിസ്ഥാന ഘടകങ്ങൾക്ക് പ്രകൃതിയിൽ അവയുടേതായ സ്ഥാനങ്ങളുണ്ട്. അവയിൽ മാറ്റങ്ങൾ വരുമ്പോൾ അവ തിരിച്ച് വീണ്ടും അവയുടെ യഥാർത്ഥ സ്ഥാനത്തിലേക്ക് പോകാൻ ശ്രമിക്കുന്ന പ്രവണതയാണ് ഗ്രാവിറ്റി. അതുകൊണ്ടാണ് ഭൂമിയിൽ നിന്നും നിർമ്മിതമായ വസ്തുക്കളൊക്കെ മുകളിലേക്ക് എറിഞ്ഞാലും അത് വീണ്ടും താഴോട്ട് തന്നെ വരുന്നത്. എന്നാൽ തീയുടെ സ്ഥാനം സ്വർഗത്തിലാണ്. അതുകൊണ്ടാണ് തീ കത്തുമ്പോൾ അത് നേരെ ഉയർന്ന് മുകളിലോട്ട് പോകുന്നത്. ഇങ്ങനെയാണ് അരിസ്റ്റോട്ടിൽ ഗ്രാവിറ്റിയെ വിശദീകരിച്ചത്. BC 1-ാം നൂറ്റാണ്ടിൽ റോമൻ വാസ്തുശില്പിയായ വിട്രൂവിയസ് ഒരു വസ്തുവിന്റെ ഭാരത്തിനനുസരിച്ചായിരിക്കും അത് നിലത്തു വീഴുന്നതെന്നാണ് മനസ്സിലാക്കിയത്. ശേഷം AD 5-ാം നൂറ്റാണ്ടിൽ ഇന്ത്യൻ ഗണിതശാസ്ത്രജ്ഞനായ ആര്യഭട്ട എല്ലാ വസ്തുക്കളും ഒരു തരത്തിൽ ഭൂമിക്ക് മുകളിൽ ഒട്ടിയിരിക്കുകയാണെന്ന് പറഞ്ഞു. 7-ാം നൂറ്റാണ്ടിൽ മറ്റൊരു ഇന്ത്യൻ ജ്യോതിശാസ്ത്രജ്ഞനായ ബ്രഹ്മഗുപ്ത ഗ്രാവിറ്റിയെ ഒരു ആകർഷണ ബലമായിട്ട് മനസ്സിലാക്കി. ഇങ്ങനെ ഓരോ കാലഘട്ടത്തിലും ഓരോ സ്ഥലങ്ങളിലുമുള്ള പണ്ഡിതരും ഗ്രാവിറ്റിയെ പല രീതികളിലാണ് വിവരിച്ചിരുന്നത്. ഓർക്കുക, ഈ പറഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം ഭൂമിയാണ് പ്രപഞ്ചത്തിന്റെ സെന്ററായിട്ട് കരുതിയിരുന്നത്. ചന്ദ്രനും സൂര്യനും ഗ്രഹങ്ങളും ബാക്കി നക്ഷത്രങ്ങളും അങ്ങനെ ഈ പ്രപഞ്ചത്തിലെ ബാക്കി എല്ലാം തന്നെ നമ്മുടെ ഭൂമിക്ക് ചുറ്റും വലം വെക്കുന്നുവെന്നാണ് കരുതിയിരുന്നത്. ഒടുവിൽ 16-ാം നൂറ്റാണ്ടിലാണ് ഭൂമിയല്ല സൂര്യനാണ് പ്രപഞ്ചത്തിന്റെ മധ്യഭാഗമെന്ന ആശയം ഉദിക്കുന്നത്. അതിനെയാണ് ഹീലിയോസെൻട്രിക് സിദ്ധാന്തമെന്ന് പറയുന്നത്. അതിനും പല നൂറ്റാണ്ടുകൾക്ക് മുന്നേ ചരിത്രത്തിലെ മറ്റു പല പണ്ഡിതരും ഈ ആശയം മുന്നോട്ട് കൊണ്ടുവന്നിരുന്നു. പക്ഷേ അവർക്കൊന്നും അത് കൃത്യമായി വിവരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഒടുവിൽ ഈ ആശയം സമഗ്രമായിട്ട് വിവരിച്ചതും ഒരു സിദ്ധാന്തമായിട്ട് രൂപപ്പെടുത്തിയതും പോളിഷ് ഗണിതശാസ്ത്രജ്ഞനും ജ്യോതിശാസ്ത്രജ്ഞനുമായ നിക്കോളാസ് കോപ്പർനിക്കസ് ആയിരുന്നു. അന്നത്തെ കാലത്തിൽ നിലനിന്നിരുന്ന സകല ആശയങ്ങളെയും മതപരമായ വിശ്വാസങ്ങളെയും ഒക്കെ വെല്ലുവിളിക്കുന്നതായിരുന്നു കോപ്പർനിക്കസിന്റെ ഈ സിദ്ധാന്തം. അതിനാൽ തന്നെ ലോകം മുഴുവൻ അദ്ദേഹത്തെ എതിർത്തു. ഏകദേശം ഒരു നൂറ്റാണ്ടോളം കാലം വരെ അദ്ദേഹത്തിന്റെ സിദ്ധാന്തം അംഗീകരിക്കപ്പെട്ടിരുന്നില്ല. എങ്കിലും കുറച്ച് ബഹിരാകാശ നിരീക്ഷകർ അദ്ദേഹത്തിന്റെ സിദ്ധാന്തത്തിനോട് യോജിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിലൊരാളായിരുന്നു ജർമ്മൻ ജ്യോതിശാസ്ത്രജ്ഞനായ ജോഹാനസ് കെപ്ലർ. അദ്ദേഹം ബഹിരാകാശത്തിനെ നിരന്തരമായിട്ട് നിരീക്ഷിക്കുകയും ഗ്രഹങ്ങളെല്ലാം സൂര്യന് ചുറ്റും വലം വെക്കുകയാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. അതുമാത്രമല്ല, ഗ്രഹങ്ങളുടെ ഭ്രമണപഥം ശരിക്കും വൃത്താകൃതിയിലല്ല, മറിച്ച് എലിപ്റ്റിക്കൽ ആകൃതിയിലാണെന്നും അദ്ദേഹം തിരിച്ചറിഞ്ഞു. അങ്ങനെയാണ് അദ്ദേഹം ഗ്രഹങ്ങളുടെ ഭ്രമണപഥത്തിന്റെ നിയമങ്ങൾ രൂപീകരിച്ചത്. ആ നിയമങ്ങൾ ഇന്ന് കെപ്ലേഴ്സ് ലോസ് ഓഫ് പ്ലാനറ്ററി മോഷൻ എന്നാണ് അറിയപ്പെടുന്നത്.
ഗ്രാവിറ്റി എന്താണെന്ന് മനസ്സിലാക്കാനുള്ള പ്രയാണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനമായിരുന്നു കെപ്ലറിന്റെ കണ്ടുപിടുത്തങ്ങളും നിയമങ്ങളും. ഈ കണ്ടുപിടുത്തങ്ങളൊക്കെ വളരെ വലിയ വിപ്ലവകരമായ കണ്ടുപിടുത്തങ്ങളായിരുന്നു. വിപ്ലവകരം എന്ന് വെച്ചാൽ ഇതെല്ലാം അന്നത്തെ കാലത്തിൽ നിലനിന്നിരുന്ന വിശ്വാസങ്ങളെ മുഴുവൻ തകർക്കുന്നവയായിരുന്നു. അതുകൊണ്ട് തന്നെ അന്നത്തെ കാലത്തിൽ അന്ധമായിട്ട് മതത്തിൽ വിശ്വസിച്ചിരുന്നവർ ഹീലിയോസെൻട്രിക് സിദ്ധാന്തം പ്രചരിപ്പിച്ചിരുന്നവരെയൊക്കെ വളരെ ക്രൂരമായിട്ട് തന്നെ പരസ്യമായിട്ട് കൊന്നുകളയുമായിരുന്നു. എല്ലാ കാലഘട്ടത്തിലും ശാസ്ത്രം എന്തു തന്നെ കണ്ടുപിടിക്കുമ്പോഴും അത് അന്നത്തെ ജനതയുടെ വിശ്വാസങ്ങളും ആശയങ്ങളും എല്ലാം തകർക്കുന്നു എന്ന പേരിൽ ആ കണ്ടുപിടുത്തങ്ങളെയൊക്കെ എല്ലാവരും എതിർക്കുക തന്നെ ചെയ്തിരുന്നു. ഇന്നും അതങ്ങനെ തന്നെയാണ്. എന്നാൽ പിന്നീട് ഇങ്ങനെ എതിർക്കുന്ന അതേ ജനത തന്നെ ആ കണ്ടുപിടുത്തങ്ങളെയൊക്കെ അംഗീകരിക്കുകയും കാലക്രമേണ അവയെ ആശ്രയിക്കാതെ ജീവിക്കാൻ തന്നെ പറ്റില്ല എന്ന അവസ്ഥയിലെത്തുകയും ചെയ്യാറുണ്ട്. അതുപോലെ ഹീലിയോസെൻട്രിക് സിദ്ധാന്തവും പിൽക്കാലത്തിൽ അംഗീകരിക്കപ്പെട്ടു. പക്ഷേ അപ്പോഴും ഒരു ചോദ്യം ബാക്കിയുണ്ടായിരുന്നു. എങ്ങനെയാണ് ഗ്രഹങ്ങളൊക്കെ സൂര്യന് ചുറ്റും വലം വെക്കുന്നത്? അങ്ങനെ വലം വെക്കുന്നതിന്റെ കാരണം എന്താണ്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ അന്വേഷിക്കുകയാണ് ന്യൂട്ടൺ ചെയ്തത്. ഒരു ദിവസം ന്യൂട്ടൺ പാർക്കിൽ ഒരു ആപ്പിൾ മരത്തിന്റെ ചുവട്ടിലിരിക്കുമ്പോൾ പെട്ടെന്നൊരാപ്പിൾ വന്ന് ന്യൂട്ടന്റെ തലയിൽ വീണു. അങ്ങനെ തലയ്ക്കടി കിട്ടിയത് കാരണമുണ്ടായ ബോധോദയത്തിലൂടെയാണ് ന്യൂട്ടൺ ഗ്രാവിറ്റി കണ്ടുപിടിച്ചതെന്ന കഥ നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ളതാണ്. പക്ഷേ ന്യൂട്ടൺ മാത്രം ഇങ്ങനൊരു സംഭവം നടന്ന കാര്യം അറിഞ്ഞില്ല. ആപ്പിൾ എന്തുകൊണ്ട് നേരെ നിലത്ത് വീഴുന്നു എന്നത് അദ്ദേഹത്തിന്റെ ഒരു തോട്ട് എക്സ്പെരിമെന്റ് മാത്രമായിരുന്നു. ഗ്രാവിറ്റിയെ മനസ്സിലാക്കാൻ വേണ്ടി അദ്ദേഹം ഉപയോഗിച്ച ഒരു ചിന്താഗതി. പല വർഷങ്ങളോളം കാലം തുടർച്ചയായിട്ട് നടത്തിയ നിരീക്ഷണങ്ങളിലൂടെയാണ് അദ്ദേഹം ഗ്രാവിറ്റിയെ വിശദീകരിച്ചത്. അല്ലാതെ പെട്ടെന്നൊരു ദിവസം ഇതാണ് ഗ്രാവിറ്റി എന്നും പറഞ്ഞ് ഗ്രാവിറ്റേഷണൽ തിയറി ഉണ്ടാക്കിയതല്ല. മരത്തിൽ നിൽക്കുന്ന ഒരു ആപ്പിൾ നിലത്ത് വീഴുന്നുണ്ട്. അതുപോലെ മുകളിലേക്കെറിയുന്ന എല്ലാ വസ്തുക്കളും തിരിച്ചു താഴേക്ക് തന്നെ വരുന്നുമുണ്ട്. എന്നാൽ ചന്ദ്രനും മുകളിൽ തന്നെയാണ് നിൽക്കുന്നത്. ബാക്കിയെല്ലാം നിലത്ത് വീഴുന്നുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ചന്ദ്രൻ വന്ന് നിലത്ത് വീഴാത്തത്? ഇതായിരുന്നു ന്യൂട്ടൺ ചിന്തിച്ചത്. അങ്ങനെ ഒരുപാട് വർഷങ്ങളുടെ പഠനങ്ങൾക്ക് ശേഷം വസ്തുക്കളുടെ മാസിന്റെയും ദൂരത്തിന്റെയും അടിസ്ഥാനത്തിൽ അദ്ദേഹം രണ്ട് വസ്തുക്കൾക്കിടയിൽ എങ്ങനെ ഗ്രാവിറ്റി പ്രവർത്തിക്കുന്നു എന്നതിന്റെ വിവരണം നൽകുകയും അതിനൊരു സമവാക്യം രൂപപ്പെടുത്തുകയും ചെയ്തു. ഓരോ കണികയും പ്രപഞ്ചത്തിലെ മറ്റെല്ലാ കണങ്ങളെയും അവയുടെ മാസിന്റെ ഗുണനത്തിനാനുപാതികവും അവയുടെ കേന്ദ്രങ്ങൾ തമ്മിലുള്ള ദൂരത്തിന്റെ വർഗത്തിന് വിപരീതാനുപാതവുമുള്ള ഒരു ശക്തിയോടെ ആകർഷിക്കുന്നു എന്നാണ് ന്യൂട്ടൺ ഗുരുത്വാകർഷണ ബലത്തിനെ വിശദീകരിച്ചത്. അത് മലയാളത്തിൽ പറഞ്ഞാൽ രണ്ട് വസ്തുക്കൾ ഉണ്ടെങ്കിൽ അവ തമ്മിൽ പരസ്പരം ആകർഷിക്കപ്പെടും. അവയുടെ മാസ് എത്രത്തോളം കൂടുതലാണോ അത്രത്തോളം കൂടുതലായിരിക്കും അവ തമ്മിലുള്ള ഗുരുത്വാകർഷണ ബലത്തിന്റെ ശക്തിയും. അതേസമയം തന്നെ ഈ വസ്തുക്കൾക്കിടയിലുള്ള ദൂരം കൂടുന്നതിനനുസരിച്ച് അവയ്ക്കിടയിലുള്ള ആകർഷണവും ദുർബലമാകും. ഇതാണ് ന്യൂട്ടൺ പറഞ്ഞു തന്ന ഗ്രാവിറ്റി. ആപ്പിളിന്റെ മാസ് വളരെ കുറവും ഭൂമിയുടെ ഗ്രാവിറ്റി വളരെ കൂടുതലുമാണ്. അതിനാൽ തന്നെ ഭൂമിയുടെ ഗ്രാവിറ്റി ജയിക്കുകയും ആപ്പിൾ നിലത്ത് വന്ന് വീഴുകയും ചെയ്യുന്നു. എന്നാൽ അതുപോലെ ഭൂമിയേക്കാൾ ഒരുപാട് മാസ് കുറഞ്ഞതാണ് ചന്ദ്രനെങ്കിലും ഭൂമിക്കും ചന്ദ്രനും ഇടയിലുള്ള ദൂരം വളരെ കൂടുതലാണ്. അതിനാൽ തന്നെ അവയ്ക്കിടയിലുള്ള ആകർഷണവും ദുർബലമായിരിക്കും. അപ്പോൾ ചന്ദ്രൻ വന്ന് നിലത്തു വീഴാൻ മാത്രം ശക്തമായ ഗ്രാവിറ്റി ചന്ദ്രനിൽ അനുഭവപ്പെടുന്നില്ല. അതുകൊണ്ടാണ് ചന്ദ്രൻ വന്ന് ഭൂമിയിൽ വീഴാതെ ഭൂമിക്ക് ചുറ്റും വലം വെക്കുന്നത്. അങ്ങനെ ന്യൂട്ടൺ രൂപപ്പെടുത്തിയ സമവാക്യങ്ങൾ ഉപയോഗിച്ച് ശാസ്ത്രലോകം ഒത്തിരിയേറെ കാര്യങ്ങൾ കണ്ടുപിടിച്ചു. ബഹിരാകാശപരമായ പല കാര്യങ്ങളും നമ്മൾ വളരെ വേഗം മനസ്സിലാക്കിയതിന്റെ ഒരു പ്രധാന കാരണം തന്നെ ന്യൂട്ടന്റെ നിയമങ്ങളാണ്. അതിനൊരുത്തമ ഉദാഹരണമാണ് നെപ്റ്റ്യൂൺ. കെപ്ലറിന്റെയും ന്യൂട്ടന്റെയും നിയമങ്ങൾ അനുസരിച്ച് അവരുടെ സമവാക്യങ്ങൾ ഉപയോഗിച്ച് വെറും മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസിലൂടെ മാത്രം കണ്ടുപിടിച്ച ആദ്യത്തെ ഗ്രഹമാണ് നെപ്റ്റ്യൂൺ. യുറാനസിന്റെ ഭ്രമണപഥം നിരീക്ഷിച്ചപ്പോൾ ആ ഗ്രഹം ഇങ്ങനെ വലം വെക്കണമെങ്കിൽ അതിനു പിന്നിൽ ഇത്ര മാസുള്ള മറ്റൊരു ബഹിരാകാശ വസ്തു ഉണ്ടായിരിക്കണമെന്ന പ്രവചനത്തിലൂടെയാണ് നെപ്റ്റ്യൂണിനെ കണ്ടുപിടിച്ചത്. ഇന്നും നമുക്ക് ബഹിരാകാശത്തിലേക്ക് റോക്കറ്റുകൾ വിക്ഷേപിക്കാനും പേടകങ്ങൾ അയക്കാനുമൊക്കെ ന്യൂട്ടന്റെ നിയമങ്ങൾ തന്നെ ധാരാളമാണ്. പക്ഷേ എങ്ങനെ ഗ്രാവിറ്റി പ്രവർത്തിക്കുന്നുവെന്ന് ഇത്രയേറെ സമഗ്രമായിട്ട് ന്യൂട്ടൺ വിശദീകരിച്ചുവെങ്കിലും എന്തുകൊണ്ടാണ് ഗ്രാവിറ്റി പ്രവർത്തിക്കുന്നതെന്ന് അല്ലെങ്കിൽ എങ്ങനെയാണ് ഗ്രാവിറ്റി എന്ന ശക്തി ഉണ്ടാകുന്നതെന്ന ചോദ്യത്തിന് മാത്രം അദ്ദേഹത്തിന്റെ കയ്യിൽ ഉത്തരമുണ്ടായിരുന്നില്ല. ന്യൂട്ടൺ ശരിക്കും ഒരു ദൈവവിശ്വാസിയായിരുന്നു.
അതിനാൽ തന്നെ ഗ്രാവിറ്റി എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന ചോദ്യത്തിന് അദ്ദേഹം നൽകിയിരുന്ന ഉത്തരം ഇത് ദൈവത്തിന്റെ ശക്തിയാണെന്നായിരുന്നു. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ അദ്ദേഹത്തിന് അതിന്റെ ഉത്തരം അറിയാമായിരുന്നില്ല. അത് ദൈവത്തിന്റെ പണിയാണെന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ ചോദ്യമുണ്ടായിരിക്കില്ല. ചോദ്യമില്ലെങ്കിൽ പിന്നെ അവിടെ ഉത്തരത്തിന്റെ ആവശ്യവുമില്ല. അങ്ങനെ ചോദ്യവും ഉത്തരവുമില്ലാതെ ഗ്രാവിറ്റിയെ ന്യൂട്ടൺ അവിടെ അവസാനിപ്പിച്ചു. എന്നാൽ ന്യൂട്ടൺ നിർത്തിയിടത്തു നിന്നും ഐൻസ്റ്റൈൻ, നമ്മുടെ പ്രധാന കഥാനായകൻ, ഗ്രാവിറ്റിയെ മനസ്സിലാക്കാനുള്ള പുതിയ പ്രയാണത്തിലേക്ക് കാലുവെച്ചു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും ഇതുപോലെ കൗതുകവും വിജ്ഞാനവും നിറഞ്ഞ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഓർമ്മിപ്പിക്കുന്നു.